മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ട് രസമാണ് കേട്ടോ. പല രീതിയിലും നമ്മൾ രസം വെക്കും. ഇതൊരു നല്ല ടേസ്റ്റി രസമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. മാങ്ങ പല രൂപത്തിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. പക്ഷേ ഇങ്ങനെ രസം ഉണ്ടെങ്കിൽ നമ്മൾ മാങ്ങ ഉള്ളപ്പോഴൊക്കെ നമുക്കിങ്ങനെ രസം ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. കുട്ടികളും ഒക്കെ ആവശ്യപ്പെടും. ഇതേ രീതിയിലുള്ള മാങ്ങ രസം ഉണ്ടെങ്കിൽ എല്ലാവരും വയറും മനസ്സ് നിറച്ച് ചോറ് ആസ്വദിക്കുക കഴിക്കും. അത്രയ്ക്ക് നല്ല രസമാണ്. അതിനായിട്ട് ഞാൻ നല്ല വലിയ സൈസ് ഒരു മാങ്ങയാണ്, നല്ല പോലെ വിളഞ്ഞ ഒരു മാങ്ങയാണ്. ആ വിളഞ്ഞ മാങ്ങയാണ്, നല്ല പുളി ഉള്ള മാങ്ങയാണ്. ഇതാണ് ഈ സൈസ് മാങ്ങയാണ് നമ്മൾ ഇതിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ. ഇതിൻ്റെ ഒരു പൂളിൻ്റെ പകുതി മാങ്ങ നമുക്ക് മതി. പിന്നെ 1.5 കുടം വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചത്, അതാണ് ടേസ്റ്റിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു 8 പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചെറിയ ഉള്ളി, മുളക് പൊടി, ഇഞ്ചി എന്നിവ ചേർക്കില്ല. എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ പച്ച ഉലുവ, 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക്. അപ്പോൾ കുരുമുളകും പച്ചമുളകുമാണ് നമ്മൾ എരിവിനെടുക്കുന്നത്. അപ്പോൾ നമ്മളാണ് മാങ്ങാടാണ്ട് ഇത്രയും ഭാഗം നമ്മളിങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതേ രീതിയിൽ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനാണ് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിക്സിക്കകത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് കിടന്ന് ഇത് മിക്സിയിൽ ഓടും, നമുക്ക് ശരിക്കും ഇത് ക്രഷ് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് മിക്സിക്കകത്ത് നമ്മുടെ മല്ലിയും ഉലുവായും കുരുമുളകും എല്ലാം പൊടിച്ച മിക്സിയാണ്, അതിലേക്ക് തന്നെ ഇട്ട് നമ്മളങ്ങ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ. അരയുകയും വേണ്ട, ചതയുകയും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. അതാണ് ഈ രസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിനിയും ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ചീനിച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാൻ നമ്മൾ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ആ വെളുത്തുള്ളി, നമ്മളിതിൽ ഇഞ്ചി ചേർക്കില്ല കേട്ടോ. ഇഞ്ചിയും വറ്റൽമുളകും ചേർക്കില്ല, മുളക് പൊടി ചേർക്കില്ല. അപ്പോൾ ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം 2 വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചു. നമ്മൾ പിന്നെ ഇതിനകത്തൊരു ചെറിയ സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തടയണമല്ലോ നമുക്ക് രസം കൂട്ടുമ്പോഴേ, അതിനു വേണ്ടിയാണ് കേട്ടോ. ഒരു സവാള ഇട്ടൊന്ന് മൂപ്പിച്ചു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കുരുമുളക്, മല്ലി, ഉലുവ എല്ലാം കൂടെ ക്രഷ് ചെയ്ത് ഒന്ന് തരിതരിപ്പോടുകൂടി പൊടിച്ചതാണ് കേട്ടോ. അതും ഈ സമയത്താണിട്ട് മൂപ്പിക്കുന്നത്. നേരത്തെ മൂപ്പിച്ചാൽ അത് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ സമയത്തിട്ട് അതിനകത്തിട്ട് മൂപ്പിക്കുന്നത്. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കണം. നമ്മുടെ സവാളയും നമ്മുടെ ഈ മല്ലി കുരുമുളകും കൂട്ട് മൂത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത പച്ചമാങ്ങായി ഇട്ട് കൊടുത്ത് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി വേവിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വേവണം അത്. അപ്പോൾ നമ്മൾ ഈ മാങ്ങയുടെ തൊലിയോടുകൂടിയാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുത്തത്. അങ്ങനെയാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തു. എല്ലാം കൂട്ടി ഇളക്കി നമ്മുടെ മാങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയും സോഫ്റ്റ് ആകാവുള്ളൂ. ഈ സമയത്താണ് നമ്മൾ പച്ചമുളക് ഇടുന്നത്. പച്ചമുളക് അങ്ങ് വെന്തങ്ങ് അലുത്ത് പോകും. അതുകൊണ്ടാണ് ഈ സമയത്ത് പച്ചമുളക് ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് മൂത്തൊന്ന് സോഫ്റ്റായി വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് ജീരകപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് കൂട്ടി ഇളക്കി ഒന്ന് അതിനകത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. നമ്മൾ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നമുക്കധികം വെളിച്ചെണ്ണയൊന്നും വേണ്ടാത്തതുകൊണ്ടാണ്. 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. നമ്മളിപ്പോൾ ഇതൊന്ന് വഴറാൻ വേണ്ടിയാണ് ഉപ്പിട്ടത്. നമ്മളിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. പിന്നെ നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ശർക്കരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയും എരിവാണ് നമ്മുടെ ഈ രസത്തിനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത് ഒരു ഭയങ്കര രസമാണ് മക്കളെ. ഒരു തവണയെങ്കിലും ഈ ഒരു രസം വെച്ച് കൂട്ടണം, എങ്കിലേ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളിത് വെയിറ്റ് ചെയ്യാണ് തിളയ്ക്കാൻ വേണ്ടി. തിളയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. തിളപ്പ് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം നമ്മളിതിലേക്ക് മല്ലി ഇല ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മല്ലി ഇല അങ്ങ് വെന്ത് വാടി അങ്ങ്
താഴ്ന്നു പോകും. ഈ സമയത്ത് നമ്മൾ മല്ലി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കായവും എത്ര ചേർത്താലും നല്ലതാണ് കേട്ടോ. കായവും ചേർത്ത് ഒന്ന് കൂട്ടി ഇളക്കി നമ്മൾ ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. തിളച്ച് അങ്ങ് കുത്തി മറയാൻ പാടില്ല. കുത്തി മറിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറി മറിഞ്ഞ് പോകും. അതുകൊണ്ട് രസം നമ്മൾ ഒരു രസവും കുത്തി തിളച്ച് മറിയാൻ അനുവദിക്കരുത്. എന്നാലേ ഇതിൻ്റെ മേളിൽ ഇങ്ങനെയൊക്കെ പൊങ്ങി നിൽക്കത്തുള്ളൂ. കുത്തി തിളച്ചില്ല ഇതങ്ങ് വെന്ത് അങ്ങ് താഴ്ന്നു പോകും കേട്ടോ. അപ്പോൾ കാണാനും ഭംഗിയില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എങ്കിലും കാണാൻ ഭംഗി വേണം. നമ്മൾ കുത്തി തിളച്ച് മറിയാൻ അനുവദിക്കരുത്. അപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പം തന്നെ നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല തിളച്ചിട്ടുണ്ടോ. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഓഫ് ചെയ്യുമ്പോൾ തന്നെ തിളയങ്ങ് നിൽക്കും, കണ്ടില്ലേ. ഇനി നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. കണ്ടില്ലേ, നല്ല രുചികരമായിട്ടുള്ള നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണല്ലേ മക്കളെ. നമുക്കിപ്പോൾ തക്കാളിയും തിരക്കി പോകണ്ട, പിഴുപുളിയും തിരക്കി പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ മാങ്ങയില്ലെങ്കിൽ തന്നെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും അയലത്തുനിന്നും വീട്ടിൽ നിന്നും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. എനിക്കിങ്ങനെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന മാങ്ങ, നമ്മുടെ വീട്ടിൽ മാവില്ല കേട്ടോ. മാവുണ്ട്, ഫ്രണ്ടിലൊരു മാവ് നിൽപ്പുണ്ട്, അത് ഒട്ടുമാവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാങ്ങയൊക്കെ കിട്ടുമ്പം നമ്മളത് വേസ്റ്റാക്കി കളയാതെ നമ്മളിതേ രീതിയിലുള്ള കറികളൊക്കെ വെച്ച് കുട്ടികൾക്കും നമുക്കും ഒക്കെ കഴിക്കുക. ഇതൊക്കെ വളരെ നല്ലതല്ലേ. നാരും ഉണ്ട്, വൈറ്റമിൻ സി പിന്നെ വെന്ത് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. പുളിയുള്ള എല്ലാ വസ്തുക്കൾക്കകത്തും വൈറ്റമിൻ സി ഉണ്ട്. അത് വേകുമ്പോൾ വൈറ്റമിൻ സി നഷ്ടപ്പെടും. കണ്ടില്ലേ മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, പഴയതുപോലെ എല്ലാവരും അമ്മയ്ക്ക് ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ആ ഓപ്ഷനൂടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ മക്കളെ. പിന്നെ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം, എങ്കിലേ അമ്മ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ അമ്മയെ സഹായിക്കണം. അപ്പോൾ കണ്ടില്ലേ മക്കളെ, ഇത്ര രുചികരമായിട്ടുള്ള ഒരു മാങ്ങ റെസിപ്പി ഒരു തവണയെങ്കിലും നിങ്ങൾ വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ശരി മക്കൾ.